നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുനർജനി ലൈഫ് ബീറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്കറിയാം മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം, പീരിയഡ്സ്, അത് എല്ലാ സ്ത്രീകൾക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇതേ ആർത്തവം തന്നെ പല സ്ത്രീകൾക്കും ബുദ്ധിമുട്ടും ആവാറുണ്ട്, പല ബുദ്ധിമുട്ടുകൾ. ആൻഡ് ഇതെല്ലാം എത്തിച്ചേരുന്നത് പല ശസ്ത്രക്രിയകളിലും ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ പ്രശ്നങ്ങളായിട്ട് കാണേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്വീറ്റിയാണ്. നമുക്ക് ഈ ഒരു ടോക്കിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പെട്ടെന്നൊരു ശ്രദ്ധിക്കുക, അയ്യോ എനിക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ. ഇപ്പം ചിലപ്പോൾ തന്നെ നമുക്ക് പീരിയഡ് സമയത്ത് ഭയങ്കരമായിട്ട് നടുവേദന അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. ഇതെല്ലാം എല്ലാ അമ്മമാരും പറയും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് ഡോക്ടറെ അടുത്ത് ചെന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും? ആക്ച്വലി ലക്ഷ്മി പറഞ്ഞു ആർത്തവം ഒരു അനുഗ്രഹമാണെന്ന്. ശരിയാ, ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊക്കെ കേട്ടാൽ ചിലർ വിചാരിക്കുക ആർത്തവം അനുഗ്രഹമാണ്. എസ്പെഷ്യലി സ്കൂൾ കോളേജ് ഗേൾസ് അവർ വിചാരിക്കും ഇത് വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു അസുഖമുണ്ട്, ഇത് വരാത്തത് PCOD എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ മിണ്ടാതിരിക്കും, ട്രീറ്റ്മെൻറ്റിന് കുറേ നാൾ വരില്ല. എന്താണെന്നറിയാമോ, ഇത് വരുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഇത് ചേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയോ ഒന്നും നമ്മൾ കോളേജിലോ സ്കൂളുകളിലോ ഇതുവരെ കൊടുത്തിട്ടില്ല. വലിയ നമ്മൾ സാക്ഷരതയും ഒക്കെ ഉള്ള, ക്ലെൻലിനെസ് ഉള്ള, വളരെ ക്ലീനായിട്ടുള്ള കേരള എന്നൊക്കെ പറഞ്ഞാലും സ്റ്റിൽ ഈ ബാത്റൂം ഫെസിലിറ്റീസ് എന്നുള്ള കാര്യത്തിൽ സ്കൂൾ, കോളേജ്, ഹൈവേസ്, റോഡ്സ്, പബ്ലിക് പ്ലേസസ്, ഹോട്ടൽസ് എല്ലാത്തിലും വി ആർ ഫെയിലിയർ, അബ്സല്യൂട്ട് ഫെയിലിയർ. അതർ ദെൻ 5-star ഹോട്ടലിൽ ചെന്നാൽ മാത്രം ഐ ഹാവ് സീൻ ക്ലീൻ ബാത്റൂംസ്. ടു ബി ഓണസ്റ്റ്, 5-star 7-star ആ ലെവലിലേക്ക് പോകണം. ദാറ്റ്സ് ഇറ്റ്. പബ്ലിക് ബാത്റൂംസ്. സോ ആ കാര്യം നമുക്ക് വിടാം. അതൊരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ പറഞ്ഞത് ശരിയാണ്. ഇൻ എ വേ ഒരു അമ്മയാകാൻ നമ്മളെ അത് സഹായിക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയാകാത്ത ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം എത്രത്തോളം ഒരു അമ്മയാകാൻ അത് അനുഗ്രഹമാണെന്ന്. പക്ഷേ ഈ ആർത്തവം ഒരു അനുഗ്രഹത്തിന് മാറി അതൊരു നമുക്കൊരു ഒരു ശാപമായിട്ട്, ശാപം എന്ന് പറയാൻ പറ്റില്ല, അത് ശാപം എന്നൊരു മോശം വാക്ക്, ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു നമുക്കൊരു മോശം അവസ്ഥയായി, ഒരു അസ്വസ്ഥതയായി, അനുഗ്രഹമല്ല അസ്വസ്ഥതയായി മാറിയ ആ വാക്കാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് മലയാളത്തിൽ. ടു പുട്ട് ഇറ്റ് റൈറ്റ് ഇസ് വെരി പ്രോബ്ലമാറ്റിക്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പം അസ്വസ്ഥതയായി മാറുക, എന്നിട്ട് ആ അസ്വസ്ഥത കാരണം നമുക്ക് ഈ സ്ത്രീയെ നമ്മൾ വളരെ സാഹിത്യപരമായിട്ട് സ്ത്രീത്വത്തിൻ്റെ ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞ്, ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞ്, ഉദരത്തിലെ ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞ് സാഹിത്യത്തിലൊക്കെ വായിക്കത്തില്ല. സോ അങ്ങനെയൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ഗർഭപാത്രം എടുത്തു മാറ്റി നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ഗൈനക്കോളജിസ്റ്റുകളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സാഹിത്യവും അങ്ങനെ വായിച്ചാൽ അത് നമുക്ക് ഒരിടത്തും ഏക്കത്തില്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളതിനെ ഈസി ആയിട്ട് മുറിച്ച് അതിൻ്റെ അകത്തുനിന്ന് കൊച്ചിനെ പുറത്തെടുക്കണവരാണ്. സോ മെനി ടൈംസ് സർട്ടൻ പീപ്പിൾ കം, ഈ സിസേറിയൻ തന്നെ 3-4 പ്രാവശ്യം ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വി ആർ മേക്കിംഗ് എ സ്കാർ എന്ന് ആലോചിക്കണം, എത്ര പ്രാവശ്യം മുറിക്കുന്നു എന്ന് ആലോചിച്ചോളണം. ഓരോ പ്രാവശ്യം മുറിക്കുമ്പോഴും ഡോക്ടറുടെ മനസ്സിനകത്താണ് ടെൻഷൻ. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ മുറിക്കും മുമ്പേ ചിലപ്പം അത് തന്നെ തുറന്ന് പൊട്ടിപ്പോയാൽ അമ്മയും കുഞ്ഞിൻ്റെയും കാര്യം പോയി. പിന്നെ ഡോക്ടറുടെ തലയിലാവും അത്. ആ ഡോക്ടറാണ് കഷ്ടകാലത്തിന് 8 മാസം അതിനെ നോക്കിയതെങ്കിൽ 9-ാം മാസം ഇവർ കറക്റ്റ് സമയത്തോ അല്ലെങ്കിൽ അവർ 2 ആഴ്ചയ്ക്ക് മുമ്പെയോ അത് പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും പോയി. പിന്നെ അതേപോലെ എന്തൊക്കെ അസുഖങ്ങൾ കാരണം നമുക്ക് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുന്നു ഒരു
സ്ത്രീ അവയവങ്ങളുടെ പ്രോബ്ലം കൊണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഈ ശസ്ത്രക്രിയ, സർജറി, ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് അപ്പം കരയും സ്ത്രീകൾ. ഒരു 90% നല്ല പഠിത്തവും ഒക്കെ. പഠിത്തം എന്ന് പറയുന്നത് ഈ പേടിക്ക് ഒരു ഇതൊന്നുമില്ല. സ്ട്രോങ് എന്ന് പറയുന്നില്ലേ, അത് ഈ സർജറി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഏത് സ്ട്രോങ്ങും ഫ്ലാറ്റ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? എന്റെ പേര് പ്രീതു എന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ മാം. പ്രീതു ഹലോ. യെസ്, പറഞ്ഞോളൂ പ്രീതു, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. ആ കേൾക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് പറയൂ. ഹലോ. കുറേ നേരമായിട്ട് പ്രീതു പറഞ്ഞോളൂ എന്ന് പറയാണ് ഞാൻ. പ്രീതു കേൾക്കുന്നുണ്ടോ പറയുന്നത്? പ്രീതു സ്പീച്ച്ലെസ്. ഇപ്പോ മാത്രമാണ് കേൾക്കുന്നുള്ളൂ, നേരത്തെ കേൾക്കുന്നില്ല. കുറച്ച് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് നിൽക്കൂ കേട്ടോ. കേട്ടോളൂ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പ്രീതു സംസാരിച്ചോളൂ, നമുക്കിവിടെ കേൾക്കാം. ടിവിയിലോട്ട് ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ കേട്ടോ. കാര്യം പറഞ്ഞോളൂ. പ്രീതു അവിടെ ഉണ്ടോ? സിഗ്നൽ പ്രോബ്ലം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ലേഡി സ്ട്രോങ് ആണെങ്കിൽ എനി സ്ട്രോങ് ലേഡി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്തായി എനിബഡി ഇതെല്ലാം നമ്മൾ തന്നെ ഈ സർജറി ചെയ്യണം. സർജറി എന്ന് പറയുമ്പോൾ സർജറി പേടിയൊന്നും ഇപ്പം നമുക്ക് പേടിയില്ല. കാര്യം വെച്ചാൽ നമുക്കറിയാം അനസ്തീസിയ തരും, ഇത് ചെയ്യും, ലിറ്റിൽ ഹാപ്പൻ. പിന്നെ നല്ല ഒരാളുടെ കയ്യിലാണ് നമ്മുടെ ശരീരം ഈസ് വിത്ത് എ ഗുഡ് സർജൻ എന്നാണെങ്കിൽ നമുക്കറിയാം അവർ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ ഈ സർജറി ഓരോരുത്തർ ചെയ്യുമ്പോഴും നമുക്കറിയാം അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ കുറച്ച് ഫംബിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലരുടെ സർജറിയെ ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പം പല പ്രൊഫസേഴ്സ് വന്ന് ഇങ്ങനെ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുമല്ലോ പലരെ. അപ്പം സർട്ടൻ പീപ്പിൾസ് സർജറി വി കോൾ ഇറ്റ് ആസ് ബുച്ചറി എന്ന് വെച്ചാൽ ഇറച്ചി വെട്ടുമാതിരി. ദാറ്റ്സ് ഓൾസോ ദെയർ. സ്കിൽ ഈസ് എ സ്കിൽ. റോസ് ഈസ് എ റോസ് എന്ന് പറഞ്ഞു അല്ലേ. സ്കിൽ ഈസ് എ സ്കിൽ. അതിന് പഠിത്തം വേണ്ട. സാധാരണ കമ്പൗണ്ടർ പോലും ചില കമ്പൗണ്ടർമാരെ, വ്യാജ കമ്പൗണ്ടർമാരെ പിടിച്ചിട്ടുണ്ട്. നോർത്തിലൊക്കെ സർജനാണെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് നിൽക്കണമെന്നല്ല, ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് തച്ച് അടയ്ക്കും, തുറന്ന് അടയ്ക്കും ഭംഗിയായിട്ട്. സോ ഇതൊരു സ്കില്ലാണ്, ഈ തയ്യൽക്കാരൻ്റെ സ്കില്ല് പോലെ. സോ ബട്ട് അവിടെ പ്രശ്നം വരാൻ പോണേ എന്തെന്നറിയാമോ? ഈ അനാറ്റമി അറിയാതെ, അനാറ്റമി എന്നൊരു കാര്യമുണ്ട്. നമ്മളെ ഓരോ മനുഷ്യ ശരീരത്തിൽ ഇവിടെ കൂടെയാണ് ഒരു രക്തനാളി പോകുന്നത്, ഇതുവഴിയാണ് ഒരു നെർവ് എന്ന് പറയുന്ന സാധനം അത് വന്നിട്ട് പോകുന്നത്. പിന്നെ അത് എല്ലാം ആ കാര്യങ്ങൾ ഇന്നടത്ത് ഇവിടെ ഇതുണ്ട് ഇതിന് എന്ന് പറഞ്ഞിട്ട് അതൊരു എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. പക്ഷേ അതിലും 100 മനുഷ്യരെ എടുത്താൽ 100 പേർക്കും ഒരു 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് ഒരെണ്ണം, 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് ഒരെണ്ണം, അപ്പുറത്ത് സെൻറ്റിമീറ്റർ, ചെറിയ വേരിയേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഐ തിങ്ക് there is some network നമ്മൾ പല ആൾക്കാരിലും ചെറിയ ഓക്കെ കേൾക്കുന്നുണ്ടായിരിക്കും പലരും. ഓക്കെ. സോ അപ്പം പല ആളുകളുടെയും ശരീരം, ഞാൻ ഈ ലാപ്രോസ്കോപ്പ് ഇപ്പോൾ കൂടുതലും അധികം ഓപ്പൺ ചെയ്യാൻ മടിയായിരിക്കുക. ഓപ്പൺ ചെയ്യാതെ ഈ ക്യാമറയിൽ കൂടെ നോക്കി സോ ഫുൾ ഓപ്പണിങ് ഇപ്പം നമുക്ക് വലിയ ഈ പറഞ്ഞല്ലോ നമ്മൾ ശസ്ത്രക്രിയ. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ എന്നെ ബാക്കിയുള്ള ഗൈനക്കോളജിസ്റ്റുകളൊക്കെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഞാൻ അതർ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ആളാണ്. അതായത് ഇനി നമ്മുടെ ഡിസ്റ്റൻറ്റ് വിഷൻ, നമ്മൾ കുറച്ച് കടന്ന് ചിന്തിക്കൂലേ, അതായത് ഒരു 10 വർഷം അപ്പുറത്തോട്ട് ചിന്തിക്കും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് 10 വർഷം കഴിഞ്ഞ് അപ്പുറത്തോട്ട്, അല്ലെങ്കിൽ ഒരു 20 വർഷത്തേക്ക് അപ്പുറത്തേക്ക് സിസേറിയൻ എന്നുള്ള സർജറി ഒഴികെ ബാക്കി എല്ലാ സർജറിയും ഇല്ലാണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം. നൗ ഓപ്പൺ ബൈപ്പാസ് സർജറി ഈസ് ഗോൺ ഓൾമോസ്റ്റ്. ഓപ്പൺ ഹാർട്ട് സർജറി എന്നൊരു സംഭവം ഇല്ലേ, അത് ഏകദേശം ഇല്ല എന്നുള്ള അല്ല, ഇപ്പം ഇല്ല ഇപ്പം ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള സ്ഥിതി. പിന്നെ പണ്ട് ഇവിടെ രക്തക്കെട്ടിന് വേണ്ടി തലയിൽ
തലയോട്ടി തുറന്ന് വലിയ ഇതൊക്കെ ബഹളമൊക്കെ വെച്ച് ബ്രെയിനിൻ്റെ അകത്തോട്ട് കൈയൊക്കെ ഇട്ട് കുടഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന ട്യൂമറിനെ മാറ്റുന്ന സംഭവമൊക്കെ ഇപ്പോൾ പോയി. റോബോട്ടിക് സർജറി, റോബോട്ടാണ് പറയുന്നത് ഇത് ബട്ട് മനുഷ്യനാണ് മൂവ് ചെയ്യണമെങ്കിലും പ്ലാൻ ചെയ്യുന്നെങ്കിലും റോബോട്ടിക് സർജറി പ്രിസിഷൻ, അത് കറക്റ്റായിട്ട് ആ ട്യൂമറിനെ മാത്രം എടുക്കുക. അപ്പോൾ ബ്രെയിനിന് ഡാമേജ് ഇല്ലാണ്ട് എടുക്കുക. സി ഹൗ ടെക്നോളജി ഈസ് ഇംപ്രൂവിങ്. അങ്ങനെ വരുമ്പം കുട്ടിയെ മാത്രം നമുക്ക് കീ ഹോളിൽ കൂടെ എടുക്കാൻ പറ്റില്ല. സോ ഫ്രം നൗ ടു 20 years ഞാൻ പറയണം, ഫ്രം മൈ മിഷൻ, ഈ വിഷൻ എല്ലാവർക്കും കാണുമായിരിക്കും, ഒരേ ഒരു സർജറിയെ നിലനിൽക്കുള്ളൂ, സിസേറിയൻ. അതെന്തായാലും താഴെ കൂടെ വരാൻ പറ്റാത്ത സമയത്ത് നമ്മൾ മുകളിൽ കൂടെ എടുക്കാൻ പോകുന്ന ഒരേ ഒരു അതിലും പല വ്യത്യാസമൊക്കെ വരികയായിരിക്കും. ഞാനിപ്പോഴും ഏറ്റവും ചെറിയ ഇൻസിഷൻ ഇടാൻ പറ്റിയിട്ട് ആ ഇൻസിഷനെ കുറച്ച് മേളിലോട്ട് പൊക്കിയിട്ട് കൊച്ചിൻ്റെ തലയെ വെളിയിലെടുത്തിട്ട് പിന്നെ അങ്ങനെയാണ് ഐ മാനേജ്. അപ്പം എത്രയും ആ കുട്ടിക്ക് നമ്മൾ എത്രത്തോളം ആ മുറിവിനെ കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം ട്രോമ കുറയും. അതുകൊണ്ട് 6 hours സിസേറിയൻ പേഷ്യൻസിനെ എണീറ്റ് നടത്തിപ്പിക്കും ഞാൻ 6 hours. സോ അതുകൊണ്ട് ബാക്കി ഈ ഉള്ള പ്രോബ്ലംസ് ഒക്കെ ഇതാവും. ഇല്ലെങ്കിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട് സിസേറിയൻ എന്നുള്ള സർജറിയിൽ, കാലിൽ രക്തക്കെട്ട് വന്നിട്ട് അത് ലങ്സിലോട്ട് പോയിട്ട് പെട്ടെന്നൊരു ഡെത്ത് ഉണ്ടാവാം. അത് എല്ലാവരും വന്നിട്ട് ഡോക്ടറുടെ കുഴപ്പമാണ്, ആൻസറ്റിസ്റ്റിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് തലയിലിടും, കാര്യം വരും. സോ അങ്ങനെയൊക്കെ ഈ സർജറീസ് ചെറിയ ചെറിയ ഈവൻ സിസേറിയനിൽ വരെ നമുക്ക് അങ്ങനെ വരാം. അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് എണീറ്റിരിക്കുക, ഏറ്റവും പെട്ടെന്ന് കൈയും കാലും അനക്കുക, അങ്ങനെയൊക്കെ ഉള്ള സർജറീസ് ആണ് ഇനി വരാൻ പോണത്. അതായത് ഏറ്റവും കുറവ് നമുക്ക് ഓപ്പൺ ചെയ്യുക. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? അനഘ. അനഘ എവിടുന്നാണ് വിളിക്കുന്നത്? അനഘ ടി വിയിലോട്ട് ശ്രദ്ധിക്കല്ലേ, ടി വിയുടെ വോളിയം മ്യൂട്ട് ചെയ്യുക, 0 ആക്കുക കേട്ടോ. ഇപ്പൊ ചെയ്തോ? മ്യൂട്ട് ചെയ്തോളൂ. ഹലോ ഹലോ, ചെയ്തില്ലേ? എവിടുന്നാ വിളിക്കുന്നത്? വെട്ടിയാറുന്ന്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. അനക്ക പറഞ്ഞോളൂ. അനക്ക ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മുടെ കോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. പറഞ്ഞോളൂ. ഹലോ 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 അനഘ പറയൂ. അനഘ, ഹലോ. അനഘയ്ക്ക് എന്താണ് സംശയമുള്ളത്? ഡോക്ടറോട് എന്താണ് ചോദിക്കേണ്ടത്? പെട്ടെന്ന് ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ കോൾ ഡ്രോപ്പ് ആവുന്നുണ്ട്. നമുക്ക് ഇന്ന് സിഗ്നൽ പ്രോബ്ലം എന്തോ ചെറുതായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല. അരേ അനഘയ്ക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അനഘ പ്രശ്നം പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. അനഘയുടെ പ്രശ്നം എന്താന്നുള്ളത് പറഞ്ഞോളൂ. ഹലോ അനക്ക, എന്നെ കേൾക്കാമോ? ഇപ്പോ ഡോക്ടറെ സംസാരിക്കണേ. കോൾ വീണ്ടും ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് ഞാൻ തോന്നുന്നു. വിചാരിച്ചു എൻ്റെ മൈക്കിന്റെ പ്രശ്നം. ഷീ ക്യാൻ ഹിയർ യു ആൻഡ് നോട്ട് മീ എന്ന് പറഞ്ഞപ്പോൾ അല്ല, എന്റേതാണേലും പിന്നെയും ലാഗ് ആവുന്നു. ഓക്കെ റൈറ്റ്. ഓക്കെ, അപ്പം സോ ചോദിച്ചോളൂ. അല്ല, അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഓരോ സർജറിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കാലില് വെള്ളക്കെട്ട് അപ്പോൾ ദ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത ഉണ്ടാകാൻ പോകുന്ന ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം എന്ന് പറയാൻ പോകുന്നത് ഈ സർജറികൾ പതുക്കെ വലിയ ഈ തുറന്ന് ചെയ്യുന്ന ഓപ്പൺ സർജറീസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായി. ഈവൻ ഹാർട്ടിലില്ല, ബ്രെയിനിലില്ല. ഇപ്പോൾ എല്ലാം ചെറിയ ബർ ഹോൾസ് ഉള്ള ചെറിയ റോബോട്ട്സ് അല്ല, ചെറിയ ഇതിലോടുകൂടിയാണ്. പണ്ട് മുടി മുഴുവൻ മുട്ടയടിച്ച് ചെയ്യേണ്ട സംഭവങ്ങൾ ആ ഏരിയ മാത്രം ഷേവ് ചെയ്താൽ മതി. അങ്ങനെ എത്രത്തോളം ഒരു മനുഷ്യനെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് അവൻ്റെ വലിയ അസുഖങ്ങൾ ഭേദമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, സ്റ്റെൻറ്റ് ഇതുവഴി തന്നെ നമുക്ക് വന്നിട്ട് ചെയ്യാം. പിന്നെ ഇപ്പം അടുത്ത വേറെ സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ചുമ്മാ നമ്മുടെ കോൾസ് ഡ്രോപ്പ് ആവുന്നുണ്ടല്ലേ. ഹലോ ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലോട്ട് സ്വാഗതം. ഇത് ആരാണ്? എന്റെ പേര് ബിന്ദു. അപ്പൊ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, അപ്പം ടിവിയുടെ വോളിയം ഒക്കെ കുറച്ചിട്ട് സംസാരിക്കുക കേട്ടോ. ഓക്കെ ബിന്ദു. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ബിന്ദു കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് ഒരു വർഷം മുമ്പ് ഫൈബ്രോയിഡിന്റെ സർജറി കഴിഞ്ഞിരുന്നു. ഹലോ, കേൾക്കാം.
ഇപ്പോ എനിക്ക് മുഖത്തൊക്കെ നിറയെ പിമ്പിൾസ് വരുവാണ്. ഫൈബ്രോയിഡിന്റെ സർജറി എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴ മാത്രം മാറ്റിയോ, ഗർഭപാത്രവും അണ്ടാശയവും മാറ്റിയോ? ഇല്ല, ഗർഭപാത്രം മുഴ മാത്രം മാറ്റി. ഓക്കെ. വയസ്സെത്ര? വയസ്സ് 40. എത്ര വർഷത്തിന് മുമ്പേ ആയിരുന്നു സർജറി? 2 വർഷം. അപ്പോൾ മുഴ മാത്രം മാറ്റിയാൽ ഡോക്ടർ പറഞ്ഞോ വീണ്ടും മുഴ വരാൻ സാധ്യതയുണ്ടെന്ന്? സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഒരു വലിയൊരു മുഴയായിരുന്നു, പിന്നെ 2 കുഞ്ഞു മുഴ, വളരെ ചെറുത്. മുഴ ഒരെണ്ണം വലുത്. മാത്രം മാറ്റാനായിട്ട് വയറ് തുറന്നാണോ മാറ്റിയത്? ഓപ്പൺ സർജറി ആയിരുന്നു, കാരണം വലുതായിരുന്നു. അതന്നെ. അപ്പം ഈ ഇത് ഹോസ്പിറ്റലിൽ ഒരു എല്ലാ വർഷവും സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ, വീണ്ടും മുഴ വരുന്നുണ്ടോ എന്നറിയാം? ഇല്ല, സ്കാൻ ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചില്ല. ഇപ്പോ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഈ കോവിഡ് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊരു ഭയം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോയി ചെയ്യണ്ട. സ്കാൻ സെന്റേഴ്സിൽ അവർ വന്നിട്ട് അപ്പോയിൻമെന്റ് തന്ന് ഒരു പേഷ്യന്റിനും അടുത്ത പേഷ്യന്റിനും തമ്മിൽ അപ്പോയിൻമെന്റ് കൊടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതെങ്കിലും നല്ല ഒരു വലിയ സ്കാൻ സെന്ററിൽ പോയാൽ എല്ലാ പ്രിക്കോഷൻസും പാലിച്ച് അവർ വന്നിട്ട് അബ്ഡോമിനൽ സ്കാൻ, ഇപ്പം നിങ്ങൾ വെറുതെ ഒരു അൾട്രാസൗണ്ടല്ലേ ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ഹോസ്പിറ്റലിൽ പോവാതെ സ്കാൻ സെൻറ്ററിൽ നിന്ന് എവ്രി ഇയർ ഒരു സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണേ. കാര്യം വെച്ചാൽ ഗർഭപാത്രം വെച്ചിരിക്കുകയാണ്, വീണ്ടും മുഴ വരാൻ ഉള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഒരിക്കൽ വന്ന ആൾക്ക് എപ്പോഴും വീണ്ടും മുഴ വരാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് വരുമ്പോഴേ നമുക്ക് മരുന്നും ഇഞ്ചക്ഷൻസും ഉണ്ട്. ഈ ഫൈബ്രോയിഡിനെ ഈ വലുതാക്കണ്ടായിരുന്നു. കറക്റ്റായിട്ട് ചെക്കപ്പ് പെർ ഇയർ ഒരു സ്കാനെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷനെങ്കിലും പോയിരുന്നെങ്കിൽ ഈ ഒരു വലിയ വയറ് തുറന്നുള്ള സർജറി ഒഴിവാക്കാമായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സർജറികളെ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗർഭപാത്രം മാറ്റുക, അണ്ടാശയത്തിലെ സിസ്റ്റുകൾ ആദ്യം തുടക്കത്തിലേ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചികിത്സിക്കുക, എന്നിട്ട് സർജറി ഇല്ലാതാക്കുക. എങ്ങനെ നമുക്ക് സർജറി ഇല്ലാതെ ഒരാളെ പേടിപ്പെടുത്താതെ അവരുടെ ജീവിതത്തിൽ കുറേ ദിവസം മുടക്കിക്കിടത്താതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ വേറെ ബുദ്ധിമുട്ട് ഒന്നും തോന്നുന്നില്ല, പക്ഷെ മുഖത്ത് ഇങ്ങനെ നിറയെ പിമ്പിൾസ് വരുവാണ്. മുഖത്തെ പിമ്പിൾസിനും ഇതിനും റിലേറ്റഡ് ആവണമെങ്കിൽ വേറെ എന്തെങ്കിലും ഓവറിയുടെ പ്രോബ്ലം വല്ലതുണ്ടോ? ഇല്ല, വേറെ അസുഖങ്ങളൊന്നുമില്ല. പീരിയഡ്സ് എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ. ഹോർമോൺ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. നോക്കണം. ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടിട്ട് ഈ സ്കാൻ ചെയ്യുമ്പം അണ്ടാശയത്തിൽ എന്തെങ്കിലും മുഴകളോ സിസ്റ്റുകളോ വല്ലതും ഉണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർ അത്യാവശ്യം ഹോർമോൺ ടെസ്റ്റുകളും ബാക്കി ചെക്കപ്പുകളും ഒക്കെ ചെയ്യും. ഓക്കെ. നമ്മൾ ആവശ്യപ്പെടണം ഹോർമോൺ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്? അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടേണ്ടി വരും. വരാം ബിക്കോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ ഏജിൽ വളരെ റെയർ ആണ്. യു ആർ നിയറിങ് 40 അല്ലേ? അതോ 40 കഴിഞ്ഞോ? അപ്പോൾ ഈ ഏജിൽ പിമ്പിൾ വരുന്നതെന്ന് പറയുന്നത് ഒരു റെയർ ഇതാണ്, ഹോർമോണൽ സർജ് അല്ല. അപ്പോൾ അബ്നോർമലായിട്ട് എന്തെങ്കിലും ഹോർമോൺ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, സ്കാനിങ്ങും ഇതും ഒരുമിച്ച് വേണം. ഈ രണ്ട് റിസൾട്ടും ഒരുമിച്ച് കമ്പയർ ചെയ്ത് നോക്കണം. അതിൽ ഓവറിയിലെ സിസ്റ്റുകളോ അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടോ? PCOD പോലത്തെ ഉള്ള സിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും പിമ്പിൾസ് വരും. ഓക്കെ. അപ്പം അത് വല്ലതും അവിടെ സിസ്റ്റ് കാണിക്കുന്നുണ്ടോ? അപ്പം അതിൻ്റെ സെയിം സംഭവം ഹോർമോണിലും വ്യത്യാസം കാണിക്കും. ഡോക്ടറുടെ വീട് അക്ഷരവീതിയിലല്ലോ? അതെ അതെ അതെ, വീടല്ല, എൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ വന്നാൽ മതി, ചെയ്യാം എല്ലാ ഹോർമോൺ ടെസ്റ്റ്. അത് മാത്രം പേട്ട അക്ഷരവിധി ലൈൻ 100 ഹൗസ് ബിൽഡിംഗ്. ഐ മീൻ ബിൽഡിംഗ്. ഡോക്ടറുടെ വീട് എനിക്കറിയാം. ഓക്കെ. സോ അത് ബിൽഡിംഗ് ഈസ് ഹോസ്പിറ്റലാണ്, വീടല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ വന്നോളൂ, ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്.
എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എന്തായാലും വളരെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോളറും കൂടെ ആയിരുന്നു. ഒരു അതെ അതെ, ഒരു ഓപ്പറേഷൻ ചെയ്ത ആളാണ്. ബട്ട് വാട്ട് ഷീ ഈസ് ഗോയിങ്, അതായത് ഇതും ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വെറും 1.5 മണിക്കൂർ ചിലപ്പം ഈസി ആയിട്ടൊക്കെ കടന്നു പോകുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തൊക്കെ ചെയ്ത് ഇറ്റ്സ് ഓക്കെ. ബട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ മോശമായിട്ടാണ് നമ്മളുടെ ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡ്വൈസസ്. നമ്മൾ എങ്ങനെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അതായത് ഗർഭപാത്രം മാറ്റിയ ഒരു സ്ത്രീയെ ഇന്ത്യ എന്ന് പോലത്തെ ഒരു തേർഡ് വേൾഡ് കൺട്രി, ഇപ്പോൾ തേർഡ് വേൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഡെവലപ്ഡ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെവലപ്പിംഗ് ആൻഡ് ഒരു സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രി എന്ന് പറയുന്ന രീതിയിൽ ഒരു രീതിയിൽ ഹെൽത്ത് കെയറിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ നമ്മളിപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ എല്ലാം നല്ലതല്ല ഞാൻ പറയുന്നത്, അവരുടെ വളരെ മോശമാണ്, നമ്മൾ എത്രയോ ഭേദമാണ് പല കാര്യങ്ങളിൽ. പക്ഷെ ചില കാര്യങ്ങളിൽ അവർ ഈ ഏജ് ജെറിയാട്രിക് കെയറില്ലേ അതിലവർ വളരെ നല്ലതാണ്. നമ്മളുടെ ഇവിടെ വയസ്സായവരെ കെയർ ചെയ്യുന്ന ആ ഒരു മെഡിസിനില്ലേ, ജെറിയാട്രിക് മെഡിസിനിൽ നമ്മൾ അവരെക്കാളും വളരെ മോശമാണ് ആ ഒരു സംഭവം. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇന്ത്യ അവിടെ പോയി നോക്കുമ്പോൾ അറിയാം നമ്മൾ എത്ര ഭേദമാണെന്ന്. അതിപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ മനസ്സിലായല്ലോ എല്ലാവരുടെയും തനി നിറമൊക്കെ. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. അവിടുത്തെ ടിവിയുടെ വോളിയം കുറയ്ക്കണേ, 0 ആക്കണം. ചെയ്തോ? ഹലോ ഹലോ ഹലോ, ടിവിയുടെ വോളിയം കുറയ്ക്കാൻ അങ്ങ് പോയി തോന്നുന്നു. ഹലോ, ഓക്കെ, എന്തായാലും ഈ കോളം ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എന്തെങ്കിലും സംശയം ചോദിക്കാനായിരിക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന സമയത്ത് ഫോണിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ, ടിവിയുടെ വോളിയം കുറച്ച് വെക്കാൻ മറക്കരുത്. നല്ല സിഗ്നലുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ മഹാസംഭവം എന്നല്ല, അത് ഒരു മഹാമാരി വന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി. ഏറ്റവും ജനസംഖ്യ കൂടിയ ഡെമോക്രാറ്റിക് രാജ്യം, അതായത് താൻ വിചാരിക്കണ എന്തും ചെയ്യാൻ ഫ്രീഡമുള്ള, എന്തുമല്ല നിയമത്തിനുൾപ്പെട്ട എന്തും ചെയ്യാൻ വേണമെങ്കിൽ റോഡിൽ തുപ്പം ഇതൊക്കെ ചെയ്യാമെന്നുള്ള അതൊന്നും അവിടെ നടക്കില്ല. അമേരിക്കയിലും സിംഗപ്പൂരിലൊക്കെ പോയ ഡോളർ കണക്കിന് നമ്മളിന്ന് ഫൈൻ വാങ്ങിക്കും. സോ അതൊക്കെ ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തിൽ 0.01% ആണ് ഡെത്ത് നമുക്കുണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ CDCയുടെ റേറ്റിംഗ് ആണ്. അതൊരു വലിയ ഒരു നേട്ടം തന്നെ നമുക്ക് പറയാം. ഇത്രയും ആളുകൾ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നു, പറയണത് കേൾക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പറയണത്. പക്ഷേ അമേരിക്കയിലൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ഞങ്ങൾ ചെയ്യില്ല, മാസ്ക് ഞങ്ങൾ വെയർ ചെയ്യില്ല, വി വോണ്ട് വെയർ എ മാസ്ക്, വി ആർ അഗെയിൻസ്റ്റ് എ മാസ്ക് എന്നൊരു ക്യാമ്പയിൻ. അങ്ങനെയൊക്കെ അതൊരു ക്യാമ്പയിൻ. മാസ്ക് ധരിച്ചാൽ അതിൽ ഞങ്ങൾ അതിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഞങ്ങൾ ശ്വസിച്ച് അതിൻ്റെ ദോഷം ഞങ്ങൾക്കുണ്ടാവും. ഇങ്ങനെ എല്ലാം ഓവറായിട്ട് ചിന്തിക്കുകയും അതായത് നമ്മൾ വിചാരിക്കും നമ്മളെ പാവം ഇന്ത്യക്കാർ ആണ് ഈ ദൈവവിശ്വാസം കൊണ്ടും പല വിശ്വാസങ്ങളും കൊണ്ട് ഏലസും ഒക്കെ കെട്ടി അവർ അന്ധവിശ്വാസം കൊണ്ട് നടക്കണമെന്ന്. അവർ സംസാരിക്കണ കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, നമ്മുടെ കോൾ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടേ. ബട്ട് വൺ ഗുഡ് തിങ് ഐ ഫൗണ്ട്, US-ലായാലും UK-ലായാലും യൂറോപ്യൻ കൺട്രീസിലായാലും വൺ ഗുഡ് തിങ്, അവർ ഒരുപാട് ഈ പ്രായമായതിന് ശേഷമുള്ള കെയർ ഇല്ലേ, അത് അവർ എന്തുകൊണ്ട് കൂടുതൽ നന്നാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഇൻഷുറൻസിലായാലും ജെറിയാട്രിക് കെയർ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ജെറിയാട്രിക്ക് തന്നെ വരും. വെച്ചാൽ 40+ അബൗവിൻ്റെയൊക്കെ ഈ പോസ്റ്റ് അവർ ആ സമയത്തൊന്നും യൂട്രസ് എടുക്കില്ല. നമ്മുടെ ഇവിടെ പോലെ തോന്നുമ്പോൾ യൂട്രസൊക്കെ എടുത്ത് കളയാനൊന്നും അവിടെ പറ്റത്തില്ല. അവരെല്ലാം മാക്സിമം മരുന്നിലൊക്കെ നോക്കിയിട്ടൊക്കെ എല്ലാം ചെയ്യത്തുള്ളൂ. ഇത് 30 വയസ്സിലൊക്കെ യൂട്രസ് എടുത്ത് കളയാൻ അവർ സമ്മതിക്കില്ല. അത് വേറൊരു കാര്യം. അത് അവർക്കായിട്ട് ഇഷ്ടം തോന്നി, ഇഫ് ദ പേഷ്യൻറ്റ് ഷുഡ് ഡിസൈഡ്, അങ്ങനെയാണ് അവിടെ. സോ പിന്നെ ഡോക്ടർ
അതെല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റ് ആവശ്യമുണ്ടെങ്കിലും ഡോക്ടർ പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. അങ്ങനെയാണ്. സോ അവിടെ വന്നിട്ട് എല്ലാം അവനവൻ്റെ ഇഷ്ടത്തിന് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പേഷ്യൻറ്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? എന്റെ പേര് നിസി. നിതി, ഡോക്ടറോട് എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം കാട്ടാക്കട. കാട്ടാക്കട. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ്. ഡോക്ടർ, ഞാൻ ഈ ഡോക്ടറിന്റെ പ്രോഗ്രാമെല്ലാം ഞാൻ കാണാറുണ്ട്. താങ്ക് യു. കണ്ടോളൂ. എനിക്ക് ഞാനിപ്പോ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് 1.5 മാസമായുള്ളൂ. അണ്ടാശയവും മാറ്റിയോ? ഓവറി? ഓവറിസം മാറ്റി. ശരി, ഓക്കെ. അങ്ങനെ അപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തത്? എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, പിന്നെ ഈ അഡിനോമയോസിസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഓവർ ബ്ലീഡിങ്ങും വേദനയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ മാറ്റിയത്. ഓക്കെ, ശരി. അപ്പൊ ഡോക്ടർ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ വെയിറ്റ് കൂടിയതാണോ? അങ്ങനെ നേരത്തെ ഉണ്ട്. ഇപ്പൊ ഈ സർജറി ചെയ്ത സമയത്ത് 93 ഉണ്ട്. പിന്നെ ഷുഗർ, പ്രഷർ എല്ലാം ഉണ്ട്. കൊളസ്ട്രോള്, തൈറോയിഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിപ്പോ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്തൊക്കെ ഇപ്പൊ ഞാൻ ചെക്കപ്പിന് പോയപ്പോ അവിടെ ഡോക്ടർ പറഞ്ഞു ഇനി ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തോളാൻ പറഞ്ഞു. എന്നാലും എക്സർസൈസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴേ? ഇത് എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ണം കൂടാൻ സാധ്യതയുണ്ടോ? അതൊക്കെയാണ്. ഓപ്പൺ അല്ലേ ചെയ്തത്? ഓപ്പൺ സർജറി അല്ലേ ചെയ്തത്? വയറ് തുറന്നല്ലേ ചെയ്ത്? തുറന്നു. 2 മാസം കഴിഞ്ഞ് ഇപ്പം ചെറുതായിട്ടൊന്ന് നടന്നോ? എത്ര മാസമായി? എന്തായാലും 2 മാസം കഴിയുമ്പോൾ മതി. അതുവരെ ഫുഡ് നല്ല കൺട്രോളിലിരിക്കാം. എക്സസൈസിനോടൊപ്പം ഫുഡ് കൺട്രോളും വേണം എന്നാണല്ലോ ഈ വണ്ണം കുറയ്ക്കാൻ. അപ്പം ഫുഡ് വന്നിട്ട് വെയിറ്റ് കൂട്ടുന്ന ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. എണ്ണ കൂടിയത്, മധുരം കൂടിയത്, ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കുറയ്ക്കുമ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞോളും. ഓക്കെ. പിന്നെ മധുരം ഇട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കാം കേട്ടോ, കൂടുതൽ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പറയണത് കാപ്പി നിറച്ച് കുടിക്കുന്നത് നല്ലതിനാണ് എന്ന് ഒക്കെയാണ് പറയുന്നത്. നല്ല ഹെൽത്ത് ഡ്രിങ്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പുതിയ കണ്ടുപിടുത്തം ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും പാലിന് പകരം സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാം. അപ്പം വെയിറ്റ് കുറയും, കൊളസ്ട്രോൾ കുറയും. സ്കിംഡ് മിൽക്ക്, കൊളസ്ട്രോൾ മാറ്റിയ മിൽക്ക്. അത് മിൽക്കായിട്ടും കിട്ടും, പൗഡറായിട്ടും കിട്ടും. അപ്പം ഒരു എക്സ്ട്രാ 1-2 കാപ്പിയോ ചായയോ കുടിക്കുന്ന ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേപോലെ ഷുഗർ എന്ന് പറയുന്ന നമ്മളെ പഞ്ചസാര, വെള്ള പഞ്ചസാര, അത് ഉപയോഗിക്കുന്നതിന് പകരം ഷുഗർ ഫ്രീ നാച്ചുറ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ഗ്രീൻ ഉണ്ട്. അത് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഷുഗർ കുറയും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതൊക്കെ വെച്ചാണ് ഇപ്പം ഡയബറ്റീസുകാർക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഡോക്ടർ, ഒരു സംശയം ഈ ഓവറി മാറ്റിയത് കൊണ്ടേ ഈ ഹോർമോണിന്റെ ഇപ്പൊ എനിക്ക് 38 വയസ്സ്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ കുറച്ച് സമയം പിടിക്കും. സമയം പിടിക്കും അത് ഫീൽ ചെയ്യാനായിട്ട്. ചിലർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഡോക്ടറെ കണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഈ യൂട്രസ് മാറ്റിയതിന് ശേഷം ഉള്ള കെയർ, പോസ്റ്റ് മെനോപോസൽ കെയർ എന്ന് പറയും. അതായത് ഇതിപ്പം ആർത്തവം എന്ന് പറയുന്നത് മെൻസസ് നിലച്ചല്ലോ, മെൻസസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇനിയില്ല. അപ്പം അതിൻ്റെ ഹോർമോണുകളില്ല. അപ്പം സ്ത്രീ ഹോർമോണുകളില്ല. അപ്പം സ്ത്രീ ഹോർമോണുകൾ ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് തല തൊട്ട് തുടങ്ങിക്കോ, മുടി പൊഴിച്ചിൽ തൊട്ട് തുടങ്ങും. മുഖത്തുള്ള സ്കിൻ, ചുളിവുകൾ, കറുത്ത പാടുകൾ, കണ്ണിൻ്റെ അടിയിൽ കറുപ്പ്, ഇങ്ങനെ എനിക്ക് മുടി തൊട്ട് തുടങ്ങി പാദം വരെ പറയാം. സ്കിന്നിലൊക്കെ വരാൻ പോണ ചുളിവുകൾ, പിന്നെ ദേഹത്ത് ഉണ്ടാകാൻ പോകുന്ന അമിതമായ ചൂട്,
പിന്നെ എല്ലാത്തിനും ഒരു അലസത, ഒന്നും ചെയ്യാനുള്ള ഒരു പഴയ പോലത്തെ ഉന്മേഷമില്ലായ്മ, വെയിറ്റ് കൂടാനുള്ള സാധ്യത, പിന്നെ മുഖത്ത് ചെറുതായിട്ട് മുടി വളരാനുള്ള സാധ്യത, ചെറിയ മീശ തടി ഒക്കെ വരാനുള്ള സാധ്യത. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ വരാൻ, ഇതെല്ലാം ഒരാൾക്ക് വരണം എന്നല്ല, ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളുടെ സ്ത്രീപരമായിട്ടുള്ള ഹോർമോണുകളെയാണ് എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ അളവിൽ അത് കാണും ദേഹത്ത്, പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ 2-3 മാസത്തിനകത്ത് തന്നെ ഭയങ്കരമായിട്ട് ചൂടൊക്കെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ വേർത്ത് കുളിച്ചുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ഓരോരുത്തർ വന്ന് പറയാറുണ്ട്. സോ അപ്പം ഇതെല്ലാം കരുതിയിരിക്കണം. അപ്പം അതിന് വളരെ ഫലപ്രദമായിട്ട് ഉള്ള സത്ത് മരുന്നുകളെന്ന് പറയും. മരുന്നല്ല, അത് സപ്ലിമെൻറ്റ്സ്. അതായത് നമ്മൾ കുറേ സത്തുകൾ നമ്മളുടെ ദേഹത്തു നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭക്ഷണത്തിൽ കൂടെ അത് കിട്ടത്തില്ല. അത് നമ്മൾ കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വന്നിട്ട് ഈ അവസ്ഥകളൊക്കെ, ഈ അതേപോലെ നിറയെ വെള്ളം കുടിച്ചാൽ ഈ സ്കിന്നൊക്കെ ഡ്രൈ ആവുക, ചുരുങ്ങുക, അത് ഒക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഈ സത്ത് മരുന്നുകൾക്ക് ഏകദേശം ഈ ഹോർമോണിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റും. അത്യാവശ്യമാണെങ്കിൽ ചെറിയ ഡോസിൽ ഹോർമോൺ കുറച്ച് കാലം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ ഡോക്ടർ തന്നെയാണ്, ഗൈനക്കോളജിസ്റ്റ് തന്നെ തീരുമാനിക്കണം ഏത് ഡോസിൽ എങ്ങനെ നിങ്ങൾക്ക് തരാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ആവശ്യം പോസ്റ്റ് മെനോപോസൽ. ഞാന് ഇത് ചെയ്ത ഡോക്ടറിനെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് ഈ വണ്ണം ഉള്ളത് കൊണ്ടേ അങ്ങനെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ പോലും തരാൻ പറ്റൂല എന്നുള്ളതാണ്. ഹോർമോൺ അല്ലാത്ത ട്രീറ്റ്മെന്റ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സത്ത് മരുന്നുകൾ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന്. സപ്ലിമെന്റ്സ് തന്നെ ഹോർമോൺ പോലെ നമുക്ക് ഗുണം ചെയ്യുന്നതുണ്ട്. ഹോർമോൺ തന്നെ വേണം എന്നില്ല. പിന്നെ മുട്ടുവേദന, അമ്മാതിരി സാധനങ്ങളൊക്കെ തുടങ്ങും. നിങ്ങൾക്ക് 90 കിലോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുട്ടുകളെയൊക്കെ അഫക്റ്റ് ചെയ്യും. അല്ലാതെ തന്നെ ഈ സ്ത്രീ ഹോർമോണുകൾ പോയാൽ മുട്ടുകളെയും ഹാർട്ടിനെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മളെ രക്ഷിക്കുന്നത് സ്ത്രീകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കേട്ടിട്ടുണ്ടോ ചെറുപ്പത്തിൽ? വളരെ കുറവല്ലേ. അതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഈ ഹോർമോൺ കൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം വളരെ ക്രമീകരിക്കണം. ഇനി മുതൽ നടക്കാൻ പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒന്ന് യോഗ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നല്ലോണം കൈയും കാലും ഒക്കെ അനക്കാനും മടക്കാനും ഒക്കെ ഉള്ള ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് കിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ഒത്തിരി പച്ചക്കറി, പിന്നെ ഡയബറ്റിക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇതൊക്കെ കഴിക്കാൻ, അതിൽ കൂടെയൊക്കെ നിറയെ സത്ത് കിട്ടിക്കോളും. ഇതല്ലാതെ ഡോക്ടർ ഈ മാസക്കുളി നിന്നവർക്ക് കൊടുക്കും പോലത്തെ തന്നെ നിങ്ങൾക്കും തരേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഹോർമോൺ ഇല്ലാണ്ടായിരിക്കുകയാണല്ലോ. അവർക്കിത് സ്വതവേ തനിയെ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റിയിരിക്കണം. രണ്ടും ഒരുപോലെയാണ്. അത് സർജിക്കൽ, ഇത് ഓട്ടോമാറ്റിക് നോർമലായിട്ട് നടക്കുന്ന സംഭവം. ഇത്രയേ ഉള്ളൂ. സോ പേടിക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ഒരാളെ കാണിക്കുകയാണെങ്കിൽ. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ആക്ച്വലി പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ മാസമുറ നിന്നവർക്ക് ഒരു നല്ല ഒരു ക്ലിനിക്കോ മെനോപോസൽ ക്ലിനിക്കോ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് ഹോസ്പിറ്റൽ നമ്പർ കാണിക്കുന്നുണ്ട്, വരികയാണെങ്കിൽ കൗൺസിലിങ്ങിന് വരാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. പുനർജനി ലൈഫ് ബീറ്റ്സിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക്. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility-related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym. Post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399.
94460 45959. വെൽക്കം ബാക്ക് ടു പുനർജനി ലൈഫ് ബീറ്റ്സ്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റൽ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്വീറ്റി ആണ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ സ്ത്രീകൾക്ക് സംബന്ധമായിട്ടുള്ള സർജറീസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ സർജറികൾ ചെയ്യുക എന്നുള്ളതിന് നമ്മളിപ്പോൾ ലഘുവായിട്ട് ദാറ്റ് ഈസ് അതിനെ എത്രത്തോളം തുറന്ന് ചെയ്യാതെ സിമ്പിളാക്കി വരിക. അതായത് ഇപ്പം നമ്മൾ തുറന്ന് ചെയ്തുകൊണ്ടിരുന്ന കീ ഹോളാക്കി, അതായത് പിറ്റേ ദിവസം തന്നെ, അതായത് അല്ലെങ്കിൽ ഒരു വിതിൻ ഒരു 6 hours 4 hours ഒരാൾക്ക് എണീറ്റ് നടക്കാം എന്നുള്ള. പിന്നെ ഡേ കെയർ പ്രൊസീജിയറാക്കി, രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ പോവാം, അങ്ങനെയുള്ള സർജറികളാക്കി. സോ ഇതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യന് സൗകര്യപ്രദമാണെന്ന് ഓർക്കണം. 7 ദിവസം കിടന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഡേ കെയർ പ്രൊസീജിയർ ചെയ്യണം. രാവിലെ വന്ന് വൈകിട്ട് അപ്പൻഡിക്സും എടുത്ത് വൈകിട്ട് വീട്ടിൽ പോകുക എന്ന് പറയുന്നത്. മറ്റേത് 7 ദിവസമാണ് വയറും തുറന്ന് 6 ദിവസം 7ാമത്തെ ദിവസം തയ്യലും എടുത്തിട്ടാണ് പോകുന്നത്. സോ അങ്ങനെ വയ്ക്കുമ്പം എൻ്റെ ഒരു വിഷൻ എനിക്ക് തോന്നുന്നത് നമുക്ക് വന്നിട്ട് ഈ ഫൈബ്രോയിഡ്, അതായത് ഈ ഗർഭപാത്രം എടുത്തു മാറ്റുന്ന ആ ഒരു സർജറിയും കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. കാര്യം എന്തെന്ന് വെച്ചാൽ ഫൈബ്രോയിഡ്, അതായത് നമ്മളിപ്പോൾ സ്ത്രീകളിൽ ചെയ്യുന്ന സർജറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു 2-3 എണ്ണമാണ് മെയിനായിട്ട് കോമൺ ആയിട്ട് ചെയ്യണം. പറയാം, വളരെ നിറയെ ചെയ്യുന്നുണ്ട്, എന്നാലും കോമൺ സർജറീസ് എല്ലാവർക്കും അറിയാം. ഹലോ ഹലോ ഡോക്ടർ, നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താ വിളിക്കുന്ന ആളുടെ? എന്റെ പേര് വീണ. വീണ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഹലോ. ഹലോ ഡോക്ടർ. ഹായ് ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ, എന്റെ പേര് വീണ, ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 years കഴിഞ്ഞു. ഓക്കെ, 1 year കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഓക്കെ. പക്ഷേ ബേബിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും 3 months കഴിഞ്ഞപ്പോഴേക്കും അബോർഷനായി. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ ട്രൈ ചെയ്തിട്ടും പിന്നെ റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോ ട്രീറ്റ്മെന്റ് ഇപ്പോ എടുക്കുന്നുണ്ട്, മെഡിക്കൽ ട്രസ്റ്റില് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പോ അവര് പറയുന്നത് ഹോർമോണിന്റെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നോക്കാനാണ് പറയുന്നത്. പിന്നെ ആകുന്നില്ലേ, അതോ PCOD ഒറ്റോ ഉണ്ടോ? തൈറോയ്ഡ് ഒന്നുമില്ല, PCOD ഇല്ല, അതെല്ലാം നോർമലാണ്. പിന്നെ ഈ ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്യുന്ന എന്തിനാണ്? DNC അന്ന് ചെയ്തിരുന്നു. അല്ല, അത് അബോർട്ട് ആയത് ക്ലീൻ ചെയ്തതായിരിക്കാം. 2 പേർക്കും എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിച്ചോ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം? അതായത് ടെസ്റ്റ് സ്പെർം അനാലിറ്റി ടെസ്റ്റ് ചെയ്തായിരുന്നു, അതില് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫെർട്ടിലിറ്റി എല്ലാം കറക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല എന്റെ ആണെങ്കിലും ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 5 days ഇഞ്ചക്ഷൻ, ഹോർമോണിന്റെ എന്തോ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ശരി, പിന്നെ കണ്ടിന്യൂസ് ഒരു 5 days നോക്കുന്നതാണെങ്കിൽ അപ്പൊ ഞങ്ങള് അങ്ങനെ ചെയ്യണതിന് പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ? അല്ല, അവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ 5 days ഇഞ്ചക്ഷൻ ആദ്യത്തെ പീരീഡിൻ്റെ ആദ്യത്തെ 5 ദിവസം ചെയ്യുന്നത്, ഇപ്പം നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഒരു എഗ്ഗ് എല്ലാ മാസവും ഉണ്ടാവും. നോർമലായിട്ട് പീരീഡ് വരുന്ന ആളല്ലേ? അപ്പോൾ ഒരു എഗ്ഗ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എന്തായിരിക്കുന്ന ഒരു അബോർഷൻ നടന്നു, ഇപ്പം നിങ്ങൾക്ക് ഒരു കുട്ടീനെ വേണം, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. സോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എഗ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എഗ്സ് ഉണ്ടാവുമ്പം ചിലപ്പം പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഒരേ ഒരു എഗ്ഗ് നിൽക്കുന്നതിനെക്കാട്ടിലും അവിടെ ഒരു 4-5-6 എഗ്സ് ഉണ്ടെങ്കിൽ ചിലപ്പം ഈ സ്പേം ഏതിനെങ്കിലും ഒന്നിന് ഈ ബീജം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂട്ടി കൊടുക്കുക, കൂടുതലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ആണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അതിന് ഹോർമോണിനെക്കാട്ടിലും ടാബ്ലറ്റ്സ്. അതായത് DNC ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടൈം
ഇത്ര ടൈമിനുള്ളിൽ 1 ഇയർ, ഇപ്പൊ 1 ഇയർ കഴിഞ്ഞു, DNC ചെയ്തിട്ട് 1 ഇയർ കഴിഞ്ഞു. അപ്പോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? DNC ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും മെഡിസിൻ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാല് ഡോക്ടർ അപ്പൊ തൊട്ടേ മറ്റേ ഫോളിക് ആസിഡ് ഒക്കെ അപ്പോഴേ അങ്ങ് കഴിച്ചു. ഫോളിക് ആസിഡ് ഞാൻ കഴിക്കുന്നുണ്ട്, ഫോളിക് ആസിഡ് ഡെയിലി കഴിക്കുന്നുണ്ട് നൈറ്റ്. ഡോണ്ട് വറി, നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, നിറയെ ഫ്രൂട്ട്സ്, നിറയെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിൽ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു മാം? ഫ്രൂട്ട്സ് ഒക്കെ നല്ല കഴിക്കാത്ത എന്താ? ഞാൻ ഇപ്പോ കൂടുതൽ മറ്റേ ഡേറ്റ്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞു. അല്ല, ഇപ്പൊ എന്തായാലും ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് ഫോളിക് ആസിഡ് വിത്ത് DHA ഉള്ളത് കഴിക്ക്, വെറും പ്ലെയിൻ ഫോളിക് ആസിഡിനെ കാട്ടിലും. അപ്പൊ പ്രഗ്നന്റ് ആയില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യണല്ലേ ഉള്ളൂ ട്രീറ്റ്മെന്റ്, അത് കഴിക്ക്. പിന്നെ വന്നിട്ട് ഒരു മൾട്ടി വൈറ്റമിൻ, മൾട്ടി വൈറ്റമിൻ B കോംപ്ലക്സും എല്ലാ വൈറ്റമിനും കൂടെ ചേർന്ന് ഉള്ള സപ്ലിമെന്റ്സ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ആൻറ്റോക്സിഡൻറ്റും ഒക്കെ ചേർന്ന ഒരു മൾട്ടി സപ്ലിമെന്റ് കിട്ടും. ഒറ്റ ഒരു ടാബ്ലറ്റിൽ ഇതെല്ലാം കാണും. വെറും വൈറ്റമിൻ മാത്രം വേണ്ട, എല്ലാം കൂടി ഉള്ളതുണ്ട് സപ്ലിമെന്റ്സ്. അത് ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി, പുള്ളിക്കാരി തന്നെ തരും. അതന്നെ, നമ്മളായിട്ട് എല്ലാം സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യല്ലേ. ഞാനിത് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ, അതിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കരുതേ. ഓക്കെ. പിന്നെ ഒരു ബേസിക് ആയിട്ട് നിറയെ ഒരു ഫ്രൂട്ട് സാലഡ് മസ്റ്റായിട്ട്, എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ട് ഒരു പിന്നെ വെജിറ്റബിൾ സാലഡ്സ് കഴിക്കുക. പിന്നെ ഗ്രെയിൻസ്, അതായത് കടല, വൻപയർ, ചെറുപയർ, പയറ്, കടല വർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. പിന്നെ അത്യാവശ്യത്തിന് ചോറ്, കുറച്ച് ഒന്നിനെയും ബാലൻസ്ഡ് ആയിട്ട് എല്ലാ 3 നേരം ആഹാരം കറക്റ്റ് ടൈമിന് കുറേശ്ശെ ആവശ്യത്തിന്. ഷുഗർ ഞാൻ പറഞ്ഞില്ലല്ലോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് ഷുഗറിന്റെ താഴെ വരുന്ന സാധനം അല്ലല്ലോ. അല്ല, ഷുഗർ എന്നവർ ഉദ്ദേശിച്ചത് വൈറ്റ് ഷുഗർ, അതായത് പഞ്ചസാര, അതായത് ബേക്കറി സാധനം. ബേക്കറിയുടെ ഭാഗത്തേക്ക് പോകാതിരിക്കാനാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, പഞ്ചസാര എല്ലാം ഉണ്ടല്ലോ അവിടെ. പേസ്ട്രീസ്, ഹോട്ട് ഡോഗ്സ്, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതൊക്കെ അവോയ്ഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ മാലിന്യമൊക്കെ ഒന്ന് ശരീരത്തിൽ നിന്ന് പോയിക്കോട്ടെ, അപ്പൊ അബോർഷൻ ആവില്ല. ഓക്കെ, പിന്നെ ഡേ 1 തൊട്ട് കെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മുടെ സമയം ഇങ്ങനെ കോമൺ ആയിട്ടുള്ള സർജറി, എല്ലാവർക്കും പേടിയുള്ള സർജറി, യൂട്രസ് എടുത്ത് മാറ്റുക, ഓവറി എടുത്ത് മാറ്റുക. സോ ഈ യൂട്രസ് ഓവറി എടുത്ത് മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ഈ യൂട്രസും ഓവറിയൊക്കെ എടുത്ത് മാറ്റിയവർക്ക് പ്രത്യേകം ഒരു 6 ആഴ്ച കഴിയുമ്പം പ്രത്യേക മെനോപോസൽ ക്ലിനിക് എന്ന് പറഞ്ഞ് തുടങ്ങുകയല്ല, നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഉടനെ അവർ അടുത്ത ചെക്കപ്പിന് വരുമ്പം അവർ നേരെ എഴുതി വിടും, നമ്മൾ നേരെ അവിടെ പോയിക്കൊള്ളണം. അത് പോയിക്കൊള്ളണം, എനിക്ക് പോണ്ടേന്നൊന്നുമല്ല, പോയിട്ട് ഫസ്റ്റ് ആദ്യം എക്സസൈസസ് പറഞ്ഞു തരും നമുക്ക്. അതായത് വയറ് കുറയ്ക്കാനുള്ള എക്സസൈസസ്, നമ്മൾ വെയിറ്റ് കൂട്ടാതിരിക്കാനുള്ള എക്സസൈസസ്. ഇപ്പോൾ അവർ ഒരുപാട് യോഗ അവരവിടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ അതിശയമായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു സാധനം. അവർ യോഗ നമ്മളുടെ ആളുകൾക്ക് പുച്ഛം പോലെയാണ് ഒരുമാതിരി. അവിടെ വന്നിട്ട് ദേ ആർ വെരി മച്ച് ഇൻ ടു ദി യോഗ ആൻഡ് ഓൾസോ വെജിറ്റേറിയനിസം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെജിറ്റേറിയനിസമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. വളരെ അവിടെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വെജിറ്റേറിയൻ ആവാനാണ്. അവർ ഒരുപാട് മീറ്റ് കഴിക്കുന്ന ആളുകൾ. അപ്പോൾ അത് കാരണം ക്യാൻസേഴ്സ്, വയറിൻ്റെ ക്യാൻസർ ഒരുപാട് വരുന്നതുകൊണ്ട് വെജിറ്റേറിയനിസം ഭയങ്കരമായിട്ട്. അതും പോരായിട്ട് വീഗൻ എന്നൊരു സാധനം കൂടിയുണ്ട്, പാല് പോലും കഴിക്കാത്ത, മിൽക്ക് പ്രോഡക്ട്സ് പോലും കഴിക്കാത്ത ആ സംഭവം. സോ അവർക്ക് വന്നിട്ട് റെഗുലറായിട്ട് ഒരു യൂട്രസും ഓവറിയും മാറ്റിയാൽ ഈ ഓവർ ചൂട്, സ്കിന്നിൻ്റെ പ്രോബ്ലം, പിന്നെ സെക്ഷുവൽ പ്രോബ്ലം, അതായത് ഈ സ്ത്രീ ഹോർമോൺ പോകുമ്പോൾ നോർമലി സ്ത്രീപരമായിട്ടുള്ള എല്ലാം പോകുമല്ലോ, മുടി തൊട്ട് പൊഴിയും, അതാ പറഞ്ഞത്, തല തൊട്ട് കാല് വരെ എല്ലാ പ്രശ്നവും വരും. അപ്പോൾ മുടി പൊഴിയുന്നത് തൊട്ട് ബാക്കി ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇൻട്രസ്റ്റ് തൊട്ട് എല്ലാം പോവും. സോ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ സർജറി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനും ഇവിടെ നല്ല ഒരു സംവിധാനം ഇല്ല. ഐ ക്യാൻ വെരി ഒത്തൻറ്റിക്കലി സേ ഒരു മെനോപോസൽ പ്രോപ്പർ ക്ലിനിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇല്ല. ബട്ട് ഐ ആം കണ്ടക്ടിങ്
മെനോപോസൽ കൗൺസിലിംഗ് സെഷൻസ് ആൻഡ് ക്ലിനിക് ഓൾസോ. അത് എപ്പോൾ വേണമെങ്കിലും ടൈം എടുത്തിട്ട് വരാം. ആൻഡ് നെക്സ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഡോക്ടർ സ്വീറ്റീസ് ലൈഫ് ട്യൂൺസ് എന്ന് പറഞ്ഞിട്ട്. സോ യു ക്യാൻ ലോഗിൻ ടു ഇറ്റ്. അതിൽ ഈ മെനോപോസൽ ക്ലിനിക്സിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. സോ അത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് വന്നിട്ട് അത് ഒരു 3-4 വർഷത്തെ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അതിനെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി കുറച്ച് നമുക്ക് വെയിറ്റൊക്കെ കുറച്ച് യങ്ങായിട്ട് തന്നെ തോന്നും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹേമമാലിനി, രേഖയൊക്കെ കാണുന്നില്ലേ, എല്ലാം മെനോപോസ് ലേഡീസാണ്. പക്ഷെ നമുക്ക് അവർ ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ എക്സസൈസും ഇതും സപ്ലിമെൻറ്റ്സും ഇതുമൊക്കെ എടുത്തിട്ട് ദേ ആർ സീയിങ് പ്രോപ്പർ ഡോക്ടേഴ്സ്. അപ്പോൾ അവരെ പോലെ ഉള്ളവർക്ക് VIPsന് അവർക്ക് മെനോപോസൽ കെയർ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ക്ലിനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ദേ ആർ ഗെറ്റിംഗ് കെയർ, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ ഉള്ളപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുഴകൾ ചെറുതായിരിക്കുമ്പം സ്കാൻ ചെയ്യുമ്പോഴേ ഡോക്ടറുടെ ഞാൻ വന്നിട്ട് ഓപ്പറേഷൻ ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് വേണ്ടാന്നുള്ളിടത്ത് അനാവശ്യമായിട്ട് യൂട്രസ് എടുത്ത് മാറ്റുന്ന ചുമ്മാ ഒരു അവയവമല്ല, അത് എടുത്തങ്ങ് മാറ്റിയേക്കാം. അണ്ടാശയം ഒരു വെറും അവയവമല്ല, എടുത്തങ്ങ് മാറ്റിയേക്കാം എന്ന് പറയാൻ. സോ ഐ ആം മറ്റേ സൈഡിൽ നിൽക്കുന്ന ആളാണ്. എത്രത്തോളം ഓപ്പറേഷൻ ചെയ്യാതെ നമുക്കിത് അതിന് ചിലപ്പോൾ ഞാൻ പഴി കേൾക്കുമായിരിക്കും. ഞാൻ അവരോട് പറയും, ഐ ആം ഗിവിങ് ഇറ്റ് എ ട്രൈ. മാക്സിമം നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഫൈബ്രോയിഡിനെ കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മരുന്നുകളുണ്ട്, പിന്നെ പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫൈബ്രോയിഡിലോട്ട് പോകുന്ന ചില കാര്യങ്ങൾ, അത് ആ ടെക്നിക്സിനെ പറ്റി നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. അത് ഫൈബ്രോയിഡിനെ നമുക്ക് അല്ലാതെ തന്നെ അലിയിച്ച് കളയാനുള്ള ടെക്നിക്സ് ഉണ്ട്. സോ അത് അങ്ങനത്തെ ഗുളികകളും ഇഞ്ചെക്ഷൻസും ഉണ്ട് അലിയിച്ച് കളയാൻ പറ്റുന്ന. സോ ഈ അഡിനോമയോസിസ് എന്ന് വേറൊരു രോഗമുണ്ട്. ഒരുപാട് ബ്ലീഡിങ്ങും ഒരുപാട് സഹിക്കാൻ വയ്യാത്ത വേദനയും ഉണ്ടാക്കുന്നത്. ഒരു സ്ത്രീ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പോലെ അഡിനോമയോസിസ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ആ പേരൊക്കെ പറയാൻ എല്ലാവരും പഠിച്ചു. ഞാൻ കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പേര്. പണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഗർഭപാത്രത്തിന് കട്ടി കൂടിയതുകൊണ്ടാണെന്ന്. സോ അങ്ങനെ പറയേണ്ട, അഡിനോമയോസിസ് എന്നാണ് ആ രോഗത്തിൻ്റെ പേര് എന്ന് പറയാറുണ്ട്. രക്തം വീണ് കട്ടയായിട്ട് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയും സഹിക്കാൻ വയ്യാത്ത ബ്ലീഡിങ്ങും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഡോക്ടറെ ദയവേത് എൻ്റെ ഗർഭപാത്രം എടുത്ത് മാറ്റിക്കോളൂ, എനിക്കൊന്ന് ജീവിച്ചാൽ മതി എന്ന് പറയും ഓട്ടോമാറ്റിക്കലി. സോ ആ ഒരു സംഭവം മാറ്റിയിട്ട് നമുക്ക് മറ്റേ സൈഡിൽ നിൽക്കാം. എത്രത്തോളം നമുക്ക് ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്ത് മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ കുറച്ച് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വരും. ഒരു 8-10 മാസം വരെ, മേ ബി ഇറ്റ് വിൽ ഗോ അപ് ടു 1 year. അതുവരെ പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കണം. പറയണ കാര്യങ്ങൾ, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് അനുസരിക്കണം. സോ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ, ഫൈബ്രോയിഡ്, പിന്നെ ഈ അഡിനോമയോസിസ്, അതായത് ഗർഭപാത്രത്തിനകത്ത് തന്നെ രക്തം വീണ് കട്ടിയാകുന്നത്, ഇത് രണ്ടുമാണ് മിക്കവാറും ഗർഭപാത്രം മാറ്റാനുള്ള കാര്യം. പിന്നെ ക്യാൻസർ, അത് ഏത് ഭാഗത്ത് ഗർഭപാത്രത്തിലോ അകത്തോ ഉള്ളിലോ വന്നാൽ മസ്റ്റായിട്ട് മാറ്റിയിരിക്കണം. അതെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ. സോ ഇഫ് ഇറ്റ്സ് ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പിന്നെ ഒരു രണ്ടാമതൊരു ചോദ്യമില്ല, മാറ്റുക തന്നെ വേണം. ദർ ഇസ് നത്തിങ്. അപ്പം അതും ഓവറിയും ഒക്കെ മാറ്റും. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വന്നാലും ചിലപ്പം ഇതുമൊക്കെ കൂടെ മാറ്റാറുണ്ട്. അണ്ടാശയം അതേപോലെ സാധാരണ സിസ്റ്റ് ആണെങ്കിൽ മുഴുവൻ അണ്ടാശയം മാറ്റാൻ്റെ ആവശ്യമില്ലെങ്കിൽ, അത് ഒരു ഡോക്ടർ അങ്ങനെ പറയുകയാണ്, മുഴുവൻ അണ്ടാശയം മാറ്റണമെങ്കിൽ ഒരാളുടെ അടുത്തും കൂടി ചോദിച്ചിട്ട് മതി അണ്ടാശയം മുഴുവനായിട്ട് മാറ്റുന്നത്. ഒരു സിസ്റ്റിന് 20 സെൻറ്റിമീറ്റർ സിസ്റ്റൊക്കെ ഞാൻ ഇതിനു വേണ്ടി പറയല്ല, നമ്മൾ പ്രൂഫുള്ള സാധനമാണ്, ലാപ്രോസ്കോപ്പിൽ കൂടി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ സിസ്റ്റം എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ആദ്യം ഞാൻ ക്യാമറ ഇട്ടപ്പം. പക്ഷേ നമ്മൾ പതുക്കെ അത് എടുത്ത് അതിൻ്റെ ഫ്ലൂയിഡ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ അത് ചുരുങ്ങി വന്നപ്പോൾ ഐ കുഡ് സീ എവറിത്തിങ്. സോ അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വയറ് തുറക്കാതെ. സോ ഈ കഴിവതും നിങ്ങളുടെ അവയവങ്ങൾ എടുത്ത് മാറ്റുന്നതിന് മുമ്പേ ഒരു ഡോക്ടർ പറയുമ്പം ഞാൻ പറഞ്ഞാലും ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളിത് സംശയം മാറ്റാനായിട്ട് ഇന്നൊരാളെയും കൂടെ ചോദിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഓപ്പറേഷന് ചെയ്താൽ മതി. കഴിവതും ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റുന്ന സംവിധാനമാണെങ്കിൽ 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരും തെറ്റ് പറയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഉറപ്പാക്കുക ഈ ഓപ്പറേഷൻ നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതാണോ, എന്നിട്ടേ ഒരു അവയവം എടുത്ത് കളയാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീ അവയവങ്ങൾ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഓവറി പോലുള്ള, യൂട്രസ് പോലുള്ള
അവയവങ്ങൾ എടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് മാനസികമായിട്ടും കൂടി ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് സീ ടു ഇറ്റ്. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഔട്ട് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഹാപ്പി ഗാന്ധി ജയന്തി. ജയ് ഹിന്ദ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്താണ് ശരിക്കും തന്നിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ വലിയ വലിയ സർജറീസ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ക്ഷമയും വേണം. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ലൈഫ് ബീറ്റ്സ് ആണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്വീറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.